ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓണത്തിന് ഞാൻ കുറച്ച് റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇവ ചേർത്ത് കൊടുത്ത് ചൂടാകുമ്പോൾ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇവയൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉണക്കമുളകും 1 പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും വറുത്ത അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. പുട്ടുപൊടി വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു കയ്യിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെള്ളമെല്ലാം വറ്റുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഒന്ന് ചൂടായ സമയത്താണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങയുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒന്നുകൂടി ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം. ഇനി മൂടിയൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഏകദേശം ഇത് തണുത്ത് കാണും. വീണ്ടും ഇത് കൈകൊണ്ട് ഇളം ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇതിലേക്ക് നല്ല ഉപ്പും എരിവും എല്ലാം ചേരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനുള്ള പാത്രം റെഡിയാക്കി വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ട റൗണ്ടായിട്ടോ നീളത്തിലോ നമുക്ക് ഉരുട്ടിയെടുക്കാം. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് പച്ചവെള്ളമോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ട തയ്യാറാക്കിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയാലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് തീരുമാനിക്കാം. ഏകദേശം ഒരു 10 കൊഴുക്കട്ട നമുക്ക് 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റേ വേണ്ടൂ. ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തെടുത്തതാണ്. അരിപ്പൊടിയെല്ലാം നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.